നമുക്ക് നല്ലൊരു എഗ് റെസിപ്പി ഉണ്ടാക്കിയല്ലോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് പിള്ളേർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും കൊടുത്തുവിടാം. ഈ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാൻ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് 2 മുട്ട പുഴുങ്ങിയത് വേണം. അത് നന്നായിട്ട് ഫോർക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. അതിലേക്ക് ഒരു സവോള ഇടണം, കൊത്തി അരിഞ്ഞ സവോള ഇടണം. പിന്നീട് ക്യാരറ്റ് ഇടണം, ഒരു ക്യാപ്സിക്കം കുറച്ചിടണം, മല്ലിയില ഇടണം, 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇടണം, 1/4 ടീസ്പൂൺ കെച്ചപ്പ് ഇട്ടിട്ട് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നീട് അതിലേക്ക് ഒരു 2 മുട്ടയെടുത്ത് മുട്ടയും ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നീട് ഒരു ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് ഫില്ലിങ് നമ്മൾ ആ ബ്രെഡിലേക്ക് തേച്ച് കൊടുക്കും നടുക്കായിട്ട്. പിന്നീട് നമുക്ക് എഗ് ബീറ്റ് അതിൻ്റെ ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മറ്റേ ആ ഒരു ബ്രെഡ് കഷ്ണം പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ വെച്ച് ഒരു അടപ്പ്, നല്ലൊരു ചെറിയൊരു അടപ്പെടുത്ത് ഒരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നോൺ സ്റ്റിക്കറിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതുപോലെ നമുക്ക് ചൂടോടെ എടുക്കാം. തിരിച്ചും മറിച്ചും ഒന്ന് എടുക്കണം നമുക്ക്, എന്നാലേ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരത്തുള്ളൂ. നല്ല ടേസ്റ്റുമാണ്, രുചിയാണ്. പിള്ളേരെല്ലാം ചോദിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിള്ളേർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുത്തു വിടാം. അവർ ചോദിച്ച് കഴിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. താങ്ക്